പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു ഇത്ര ദിവസം എന്താണ് വീഡിയോ ഇടാത്ത എന്തെന്ന് വെച്ചാൽ 3 ആക്സിഡൻറ്റ് എനിക്ക് അടുപ്പിച്ച് നടന്നത്. 2 ആഴ്ചയ്ക്കകത്ത് 3 ആക്സിഡൻറ്റ്. അതിൽ ഒരെണ്ണം അത്രയ്ക്ക് സീരിയസും കോംപ്ലിക്കേറ്റഡും അല്ല, രണ്ടാമത്തെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കുറേ ഇഞ്ചറീസും ഉണ്ട്, വണ്ടിക്ക് ഡാമേജ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒരുവിധം ഓക്കെ വന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് 2 ദിവസം ഗ്യാപ്പിൽ അടുത്തൊരു ആക്സിഡൻറ്റും കൂടെ വന്നു. ഇതെല്ലാം ഡെലിവറി ഓടുന്നതിൻ്റെ ഇടയിലാണ്. സൊമാറ്റോയിൽ നിന്ന് ഒരു ഉപയോഗവും കിട്ടിയില്ല. ഇൻഷുറൻസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ഉപയോഗവും ഇല്ല, മെഡിക്കൽ ഇൻഷുറൻസൊക്കെ. പിന്നെ ഈ 3ാമത്തെ ആക്സിഡൻറ്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അത് കുറച്ച് മെയിൻ റോട്ടിലുമായിരുന്നു. ഞാൻ തെറിച്ച് പോയൊരു KSRTC ബസ്സിൻ്റെ ഫ്രണ്ടിലാണ് വീണത്. KSRTC ബസ് ഡ്രൈവറിനെ എല്ലാം ഞാൻ ചീത്ത വിളിക്കുന്നത്. കാരണം അവരതുകൊണ്ട് റോട്ടിൽ കിടന്ന് കാണിക്കുന്നത്. തന്തയില്ലായ്മ കാണിക്കുന്ന 90% KSRTC-കാരന്മാരും ഉണ്ട്. ഒരു 10% മാത്രമേ കൊള്ളാമായിട്ടുള്ളൂ. അതിൽ പക്ഷേ അയാൾ നല്ലൊരാളായിരുന്നു. കറക്റ്റായിട്ട് കൊണ്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്ത് ബാക്കിൽ നിന്ന് കുറേ വണ്ടി വരെയായിരുന്നു. ആ വണ്ടികളെല്ലാം കൈ കാണിച്ച് നിർത്തുകയും ചെയ്ത് ബസ്സിലുള്ള എല്ലാവരും ഇറങ്ങി വന്ന് ഒരു പരിചയമില്ലാത്ത നമ്മളെ വണ്ടി പൊക്കി ഒതുക്കി മാറ്റി നമ്മളെ ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ചെയ്തു ഗൈസ്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി കുറേ ഇഞ്ചുറീസ് ആയിരുന്നു. പിന്നെ മെഡിക്കൽ കോളേജിൽ കുറേ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് വെച്ചാൽ രാത്രി 12 മണിക്ക് ശേഷം പോയതാണ്. രാവിലെ ഒരു 8 മണിയായിട്ട് പോലും എൻ്റെ ഇഞ്ചുറീസ് ഒന്നും ഡ്രസ്സ് ചെയ്ത് തരാൻ അവിടെ ആരുമില്ല. ഞാൻ അവിടെ പോയി കാവൽ കിടന്നു. ആരെങ്കിലും ഡോറ് തുറന്ന് വന്ന് ചെയ്തു തരുമെന്ന്. നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പോലും തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. പിന്നെ ആ ഇഞ്ചറി കാരണം എനിക്ക് എണീറ്റ് കിടക്കാൻ ഒന്നും പറ്റാതെ ഏകദേശം ഒരു 8 ദിവസത്തിൻ്റെ മുകളിൽ ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. പിന്നെ വണ്ടിക്ക് നല്ല ഡാമേജ് ഉണ്ടായിരുന്നു. പിന്നെ വണ്ടി സർവീസ് സെൻറ്ററിൽ പോയി വണ്ടി ഓക്കെ ആക്കി എടുത്ത് പിന്നെ ഞാൻ ഒരുവിധം എൻ്റെ ഇഞ്ചറീസിൻ്റെ മുറിവെല്ലാം മാറി. പിന്നെ ബോഡി പെയിൻ ഉണ്ട്. അങ്ങനെ പിന്നെ ഇറങ്ങി. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. പിന്നെ മനസ്സ് നല്ല ഡൗൺ ആയിപ്പോയി. കാരണം അടുപ്പിച്ച് 3 ആക്സിഡൻറ്റ്, അതിൽ 2 നല്ല കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. വണ്ടിക്ക് നല്ല ഡാമേജ്, ബോഡിക്ക് നല്ല ഇഞ്ചുറി ഉണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണത്തിന് എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേയും ബാക്ക് പാനലും എല്ലാം പോയി. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ ഈ വണ്ടി ഓടിക്കുന്ന ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഹെൽമെറ്റ് ഇല്ലാതെ ഒരിടത്തും പോകാൻ നിൽക്കില്ല. കാരണം എനിക്ക് മൊത്തം ഈ 3 ആക്സിഡൻ്റ് ഉണ്ടായി. ഈ 3 എന്നെ രക്ഷിച്ച ഹെൽമെറ്റാണ്. തല ബാക്കാണ് പോയി അടിച്ചത്. ഹെൽമെറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് വലിയ ഇഞ്ചുറീസ് ഇല്ല. ഹെൽമെറ്റിൽ അടി പോയി. ഹെൽമെറ്റ് ഇല്ലായിരുന്നെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാവും. കാരണം 3 ഒന്ന് മെയിൻ റോഡ്, ഒരെണ്ണം പിന്നെ ഒരു ഓഫ് റോഡായിരുന്നു, വേറെ ഒരെണ്ണം ഒരു ഇൻ്റർലോക്കായിരുന്നു. ഈ 3 ഹെൽമെറ്റ് കാരണം ഞാൻ രക്ഷപ്പെട്ടു. അത് കാരണം ഞാൻ പിന്നെ ഇപ്പോൾ എവിടെ പോയാലും ഹെൽമെറ്റ് വയ്ക്കും. ഹെൽമെറ്റ് കമ്പൽസറിയാണ്. ഹെൽമെറ്റ് തല ഊരുകയോ ചെയ്യില്ല. 3 അടുപ്പിച്ച് കിടന്നുകൊണ്ട് ഞാൻ ഫിസിക്കലി ആൻഡ് മെൻ്റലി നല്ല ഡൗൺ ആയിരുന്നു. അത് കാരണം വീഡിയോസ് ഒന്നും ചെയ്യാൻ നിന്നില്ല, ഒരിടത്തും പോയുമില്ല. പിന്നെ റിക്കവറായ ഉടനെ തന്നെ വണ്ടിയും കൊണ്ട് സർവീസ് സെൻറ്ററിൽ പോയി വണ്ടി പണി ചെയ്തെടുത്ത് പിന്നെ സൊമാറ്റോ ഓടി തിരിച്ചു വരായിരുന്നു. പിന്നെ EMIക്ക് ഡേറ്റും ഇല്ലായിരുന്നു, അധികം ഡേറ്റ് ഇല്ലായിരുന്നു. കുറച്ച് ദിവസത്തിനകത്ത് EMI അടയ്ക്കണമായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും EMI അടയ്ക്കാൻ വേണ്ടി നിന്ന് ഗൈസ്. കിടന്ന് സൊമാറ്റോ ഡെലിവറി ഓടി EMI എങ്ങനെയാണ് റോളാക്കി 3-ാം തീയതി അടച്ചു. അതിനുശേഷമാണ് ഞാൻ ഒന്ന് ഫ്രീ ആയത്. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാത്തവരെല്ലാം ഫോളോ ചെയ്യണം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വീഡിയോ ചെയ്ത് വരെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാനാണെങ്കിൽ കമൻറ്റ് ബോക്സിലും പിന്നെ ഡിസ്ക്രിപ്ഷനിലും ആഡ് ആക്കണമായിരിക്കും. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ലൈഫിൽ എന്തായാലും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. എനിക്കിപ്പോൾ അടുപ്പിച്ച് കുറച്ച് ഡൗൺസാണ് ഉണ്ടായത്. ഇപ്പം ഒരുവിധം ഡൗൺസിൽ തന്നെയാണ്. ഞാൻ എന്തായാലും ഓവർകം ചെയ്ത് വരും ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അന്ന് എനിക്ക് വിഷയമില്ല. കുറച്ച് ഇഞ്ചുറീസും വണ്ടിക്ക് പറ്റി. കാരണം വണ്ടി എനിക്ക് അത്രത്തോളം ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട് വണ്ടിയുമായിട്ട്. ഒരു സ്ക്രാച്ച് പറ്റിയാൽ പോലും എനിക്ക് നല്ല സങ്കടം വരും. സീരിയസ് ആയിട്ട് പറയാം. എനിക്കൊരു സ്ക്രാച്ച് പറ്റി എനിക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ ദേഹത്തൊരു മുറിവ് വന്നാൽ പോലും ഞാൻ സഹിക്കും. വണ്ടിക്ക് ഒരു സ്ക്രാച്ച് പറ്റിയാൽ സഹിക്കാൻ പറ്റും. എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ അത് റീപ്ലേസ് ചെയ്യണം. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഞാൻ റീപ്ലേസ് ചെയ്യും. അതാണ് വണ്ടിയായിട്ടുള്ള എൻ്റെ കണക്ഷൻ. പക്ഷേ വണ്ടിക്ക് കുറച്ച് ഡാമേജൊക്കെ വന്ന് ഇപ്പോൾ എല്ലാം ഓക്കെ കിട്ടി. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.